ഹായ് ഗൈസ്, ട്രാവൽ വിത്ത് മലയാളിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു കാട്ടിലേക്ക് കയറാൻ പോവുകയാണ്. കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാടാണ്. ഇവിടെ ഒരു ഏകദേശം 3 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മൾ നടന്നാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ വന്നു തന്നെ കുറച്ച് നടന്നാണ് വന്നിരിക്കുന്നത്. ഇനി കാട്ടിലേക്ക് കയറിയിട്ടും ഏകദേശം ഒരു 3 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കാട്ടിൽ കൂടെ കയറി കാട്ടിൽ ചെന്ന് ഞങ്ങൾ കുക്കിങ്ങും പരിപാടിയും നടത്താൻ പോവുകയാണ്. മെയിൻ ഷെഫ് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും കാട്ടിലേക്ക് കയറാൻ പോവാണ്. ഈ വെള്ളം ഒഴുകി വരുന്ന അതിൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 കിലോമീറ്ററിന് അടുത്താണ് ഇത് ഇങ്ങനെ ഒഴുകി വരുന്നത്. മൊത്തം പാറക്കെട്ടുകളും നല്ല സീനറിയാണ്. ഇത് വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല, ഒരു ഫോറസ്റ്റ് മിച്ചഭൂമിയാണിത്. ഇത് മഴക്കാലത്ത് മാത്രമേ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം അധികമൊന്നുമില്ല, പക്ഷേ വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം ചാടി വരുന്നുണ്ട് മുകളിൽ നിന്ന്. നമ്മളിപ്പം താഴെ കയറുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കൂടെയുള്ളവരും കയറി വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ നടന്നു. നമ്മൾ നടന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ആയി. പാറയിൽ കൂടെ പിടിച്ചൊക്കെ കയറണം, അല്ലാതെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. വഴിയൊന്നുമില്ല ഇതിൽ. അങ്ങനെ നടന്ന് ഏകദേശം 1.5 കിലോമീറ്റർ കയറി. ഏകദേശം പകുതിയോളം കയറിയിട്ടുണ്ട്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്കാണ് നമ്മൾ പോകുന്നത്. കറക്റ്റ് ഉത്ഭവ സ്ഥാനത്ത് എത്താൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം വെള്ളം വരുന്നിടത്ത് നമ്മളെത്തും. ചെറിയ കെട്ടുകളായിട്ട് ഇങ്ങനെ ഫോറസ്റ്റുകാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മണ്ണൊന്നും ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കറക്റ്റ് ഫോറസ്റ്റിൻ്റെ ഏകദേശം ഉൾഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾ 3 കിലോമീറ്റർ നടന്ന് ഞങ്ങളുടെ ടോപ്പ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ചെറിയൊരു കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ചെറിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ വീഡിയോയിൽ. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് സനി. എങ്ങനെയാണ് നമ്മളെ പരിപാടികളൊക്കെ? എന്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്? എന്താ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്? ചിക്കൻ കറി വെക്കാൻ പോവാണ്. പച്ച കുരുമുളക് അരച്ചിട്ടുള്ള ചിക്കൻ കറി. ഓക്കെ, ഒരു സ്പെഷ്യൽ റെസിപ്പി ആണെന്ന് തോന്നുന്നു. പച്ച കുരുമുളകൊക്കെ അരച്ച്. അതെ, സ്പെഷ്യലാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്യണമല്ലോ ആദ്യം. അത് കുറച്ച് ഒന്ന് ഡിലേ ഉണ്ട്. ഓക്കെ, നമ്മൾ നടന്നു വന്നതിന് ക്ഷീണം, 3 കിലോമീറ്റർ നടന്നതിന് ക്ഷീണം അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഞാൻ ഇവിടെയുള്ള ഈ കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഈ കാട് ഇങ്ങനെ കുറേ നീണ്ടു കിടക്കുകയാണ്. മുന്നോട്ട് ഇനിയും പോകാനുണ്ട്, പക്ഷേ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് ഉൾവനത്തിലേക്കൊക്കെ പോകുകയെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിലെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. എപ്പോഴാണ് ആനയൊക്കെ വരുന്നതെന്നും പറയാൻ പറ്റത്തില്ല. സോ ഞങ്ങളിവിടെ അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യുകയാണ്. നമുക്കെന്തായാലും ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഗൈസ്, നമുക്ക് ഈ കാടിനെ കുറിച്ച് എൻ്റെ ചേട്ടനാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇവിടെ വന്ന് നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറഞ്ഞത്. നമുക്ക് ചേട്ടനോട് ഈ കാടിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കാം. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാടിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി 2-3 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാണ്ട്. പിന്നെ മേളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഒരുപാട് പ്രകൃതി കാനന ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. നല്ല ചെറിയ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും വെള്ളം അരുവികൾ, ചെറിയ തോടൊക്കെ ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ. അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്. നമുക്കൊരു മൊത്തത്തിൽ റിലാക്സേഷൻ കിട്ടും. നമുക്ക് ഇടയ്ക്ക് വരുന്നൊരു രസമായിരിക്കും. നമ്മുടെ മെയിൻ ഷെഫ് അടുപ്പൊക്കെ കൂട്ടാനുള്ള കല്ലുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുപ്പും കാര്യങ്ങളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുപ്പ് റെഡിയായിരിക്കുകയാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കാനുള്ള സാധനങ്ങളാണ്. നമുക്കെന്തായാലും പോയിട്ട് ചിക്കനൊക്കെ കഴുകി കൊണ്ടുവരാം. നമ്മൾ ചിക്കൻ ജസ്റ്റ് കട്ട് ചെയ്ത് മേടിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. ഇനി അത് കഴുകി വൃത്തിയാക്കണം.
ഇവിടെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പെട്ടെന്ന് കഴുകിയെടുക്കാം. വെള്ളത്തിനൊന്നും വലിയ ക്ഷാമമൊന്നുമില്ല ഇവിടെ. നമ്മുടെ മെയിൻ ഷെഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തലയിൽ കെട്ടൊക്കെ കെട്ടി റെഡിയാവുന്നു. നമുക്ക് ചിക്കൻ നല്ല ഫ്രഷ് വാട്ടറിൽ കഴുകിയെടുക്കാം. ഒരു വശത്ത് ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നു, ഒരു വശത്ത് ഇവിടെ മെയിൻ ഷെഫ് നമ്മുടെ ഉള്ളിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നു. നമ്മള് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്? നമ്മൾ ഷാലറ്റ്സിലാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ, അതിനെ കുറിച്ച് വിവരിച്ചു തരാമോ? ചെറിയ ഉള്ളി. ഓക്കെ, ചെറിയ ഉള്ളിയിലാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ സവാളയിലല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ചെറിയ ഉള്ളി. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത്, ചേർക്കാൻ പോകുന്നത്? അധികം സാധനങ്ങളൊന്നുമില്ല. നമ്മളിതിനകത്ത് ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഓക്കെ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കാന്താരി മുളക് ഉണ്ട്. നല്ല കാന്താരി മുളക്. ഓക്കെ, നല്ല കാന്താരി മുളക്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്തുള്ളിയും കാര്യങ്ങളും കാണാനില്ലല്ലോ. അതുണ്ട്, അത് നമ്മൾ പേസ്റ്റ് ആക്കിയേക്കാണ്. നല്ല പച്ച കുരുമുളക് അരച്ചിട്ട് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നേക്കാണ്. അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഒരു സുഹൃത്ത് കുളിച്ചോണ്ടിരിക്കണം. തണുത്ത വെള്ളം കണ്ടപ്പം കുളിക്കാൻ തോന്നി വെള്ളത്തിനടി കയറിയിരിക്കുകയാണ്. ചെറിയുള്ളി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇത് റെഡിയാക്കി വരാൻ വേണ്ടി. എന്തായാലും മെയിൻ കുക്ക് ചെയ്യുന്ന ആൾക്കാർ പാടുപെട്ട് പണിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഗൈസ്, നമ്മൾ ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഈ ഫോറസ്റ്റ് ഇട്ട് പോകരുത്. കാരണം നമ്മൾ ഇവിടെ എക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മൾ മാലിന്യം ഒന്നും ഇവിടെ ഇട്ട് പോകാൻ പാടില്ല. നമ്മളെല്ലാം കളക്ട് ചെയ്ത് നമ്മളിവിടുന്ന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുന്നതായിരിക്കും ഇതൊക്കെ. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലേ? ഓക്കെ, നമ്മൾ ഷെഫ് ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആദ്യം ഇതിലേക്ക് ഇട്ടിട്ട് തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഇടാം. നമ്മള് ചെറിയുള്ളി പെട്ടെന്ന് സോട്ടാകാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറിയൊരു റെസിപ്പി, കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. ഇനി സഹദേവൻ ഇപ്പോഴാണ് എൻ്റെ കോള് കണ്ടത്. നമ്മള് പുക നല്ലോണ്ട്, എന്നാലും കുഴപ്പമില്ല, കണ്ണ് നേർന്നുണ്ട്. ഓക്കെ, നമ്മളിന്ന് നമ്മള് സ്പെഷ്യൽ അരപ്പ് ഇതിനകത്ത് ചേർക്കാൻ പോവാണ്. നമ്മുടെ പച്ച കുരുമുളക് അരച്ച അരപ്പ് അതിനകത്ത് ചേർക്കാൻ പോവാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂട്ടിയിട്ടാണ് അരച്ചേക്കുന്നത്. പച്ചക്കുരുമുളകിന്റെ കൂടെ. പച്ചക്കുരുമുളകിന്റെ കൂടെ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് നമ്മൾ അരപ്പ് ചേർത്ത് സോട്ടാക്കാൻ പോവാം. ഇത് സ്പൈസി ആകാൻ വേണ്ടിയാണോ? നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. ഓക്കെ, ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണ് സൂപ്പർനോവ എന്ന് പറയുന്ന കറി പൗഡറിന്റെ. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് ചേർക്കുകയാണ്. സൂപ്പർനോവ അല്ലേ? അതെ, ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച്. അതെ, മലപ്പുറത്തുള്ള. ടൊമാറ്റോ അതിലാണ് ഇടുന്നത്. KFC-ക്കാർ പോലും അവരുടെ ഇതിൽ നിന്ന് തക്കാളി ഒഴിവാക്കി, നമുക്കിത് ഒഴിവാക്കാൻ പറ്റത്തില്ല. തക്കാളി ചേർത്തു. കിലോയ്ക്ക് 110 രൂപ വില കേട്ടോ. 1/2 കിലോ തക്കാളിയാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ മസാലയൊക്കെ ഇട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ടൊന്ന് സോട്ട് ചെയ്യാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ചിക്കൻ ഇട്ട് നമ്മൾ ആവിക്ക് വെച്ച് വേവിക്കും. ഗൈസ്, അങ്ങനെ പരിപാടികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ കുക്കിങ്ങും ഷെഫിൻ്റെ പരിപാടികളും പിന്നെ ചിക്കനൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് അടുപ്പത്ത് കയറ്റാൻ വേണ്ടി.
ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പോവാണ്. ഈ ചിക്കൻ ബാക്കി മസാലകളും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. തൃപ്തി വരുന്നില്ല. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഒഴുകി വരുന്നത് പാറക്കെട്ടിൽ നിന്ന്. ആ വെള്ളത്തിനാണ് ഇത് കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തെ ഇത് സാധനം റെഡി ആയിട്ട് നമ്മൾ തോട്ടി പോയി കഴുകിയിട്ട് വരുവാണ്. അപ്പോൾ നമ്മളിത് ചേർത്തോടെ ഇടട്ടെ. ചിക്കൻ ഇട്ടു. നല്ല ഫ്രഷ് വാട്ടറിൽ കഴുകിയ ചിക്കൻ 5-6 പ്രാവശ്യം ഞാൻ കഴുകിയതാണ്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഇട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് നമ്മളിത് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്യാണ്. നമ്മളിത് ആവിക്ക് വെച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ് നമ്മൾ സ്റ്റീമിന് വെക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു കറി ടൈപ്പിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മളിത് 20 മിനിറ്റ് നമ്മളിത് വെക്കണം അല്ലേ? ഓക്കെ, 20 മിനിറ്റ് നമ്മൾ വെക്കും. ഓക്കെ, നമ്മൾ ചിക്കൻ കറി ഇപ്പോൾ മസാലയൊക്കെ ഇട്ട് സോട്ട് ചെയ്ത് നമ്മളിത് സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ്. നമ്മളൊരു അടപ്പ് വെച്ചിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെക്കാം. നമുക്കിത് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് സോട്ടാകാൻ വേണ്ടി ഒന്ന് ഇളക്കി വെക്കാം. ഇപ്പൊ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി. ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം. നമ്മൾ കാട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ തുറക്കാൻ പോണേ 1, 2, 3 കൂട്ടം കൂടെ ഇതിനകത്ത് ചേർക്കാണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊളിക്കാണ്ട്. ഇനി എന്തൊക്കെയാണ് ചേർക്കാനുള്ളത്? നമുക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഇതിന്റെ മേളിൽ കൂടെ ഇച്ചിരി അങ്ങോട്ട് പച്ച വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ലേശം കുറച്ച് വെച്ചാൽ മതി. പച്ച വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ ഇളക്കുമ്പോൾ അതെ, പച്ച വെളിച്ചെണ്ണ നമ്മൾ ഇളക്കൊന്നും വേണ്ട. അത് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ഇച്ചിരി നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇച്ചിരി കറിവേപ്പില അങ്ങോട്ട് ചുമ്മാ അങ്ങ് വെക്കാം. ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മളിത് അവസാനം നമ്മൾ എടുത്ത് കളയുന്ന സാധനമാണ്. എന്നാലും ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ കറിവേപ്പില എന്ന് ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനം. ഇത് നമ്മൾ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം നമുക്ക് ഒരു നല്ല ഇത് നമുക്ക് കറിക്കകത്തൊക്കെ ഫീൽ ചെയ്യാം. പിന്നെ ഇപ്പം മലയാളികളുടെ പുതിയൊരു ശീലമാണ്. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഇനി സാമ്പാർ വെക്കുകയാണെങ്കിലും പരിപ്പ് കറി വെക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ മല്ലിയില എന്ന് പറയുന്ന സാധനം. മല്ലിച്ചപ്പ്. അതെ, കോറിയാണ്ടർ ലീഫ് നമുക്ക് ലേശം ചേർക്കാം. പിന്നെ ഇത് ഒരു ലേശം ഇത് കുറച്ചേ അരിഞ്ഞുള്ളൂ നമ്മൾ. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഒന്ന് ലേശം ഒന്ന് ചൂടാകാൻ വേണ്ടി നമുക്ക് ഈ അടപ്പൊന്ന് അടച്ചു വെക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇല കഴുകി റെഡിയാക്കാണ്. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്ത ഇലകളാണിത്. നമ്മളും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കഴിക്കാനുള്ള സെറ്റപ്പിലേക്ക് പോവാം. അവിടെ നമ്മൾ നാച്ചുറലായിട്ടുള്ള നേരത്തെ കണ്ടായിരുന്നല്ലോ ഇലയൊക്കെ കഴുകി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇലയെല്ലാം അവിടെ വിരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പോയി കഴിക്കാനുള്ള പരിപാടികളിലേക്ക് പോവാം. നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയ നമ്മുടെ സൂപ്പർ എന്താ പറയാ വൈൽഡ് ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. നമ്മളിത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിലാണ്. കാടിന് ഏറ്റവും ഒറ്റ നാടുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അരുവിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. ചിക്കനും ബ്രെഡും നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഗൈസ് ആദ്യം നമ്മൾ സന്തു നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സുഹൃത്താണ്. എങ്ങനെയുണ്ട്? ഒന്നും പറഞ്ഞല്ല, പൊളിയല്ലേ? കഴിക്ക്. അടുത്ത് നമ്മുടെ ലിവിൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട്? നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടിപൊളി മസാല കാര്യങ്ങൾ, നല്ല പ്രകൃതിരമണീയമായ ഒരു അന്തരീക്ഷം. ഇങ്ങനെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്രയും കൂട്ടുകാർ വേണം. നല്ല മസാല ഉണ്ടാക്കി നമ്മുടെ ഷെഫ് വേണം. സൂപ്പറാണ്, അടിപൊളിയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കാട്ടിൽ വന്ന് കാടിന് നടുക്ക് ഏകദേശം 3 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി വന്ന് ആനയൊക്കെയുള്ളൊരു കാട്ടിൽ വന്നാണ് ഞങ്ങൾ കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്തത്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും പാത്രങ്ങളൊക്കെ എടുത്ത് മെല്ലെ ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന് ഞങ്ങൾ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങുകയാണ്.
കാടാണ്. നമ്മളിവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും നമ്മളിവിടെ വെക്കാൻ പാടില്ല. നമ്മളെല്ലാം ശേഖരിച്ച് നമ്മൾ പോകണം ഇവിടുന്ന്. ഇവിടെ എടുത്ത് മാറ്റണം. കാരണം കാട്ട് നമ്മളിങ്ങനെയൊന്നും ചെയ്തു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിവിടുന്ന് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നത് താഴോട്ട്. നമുക്ക് മെല്ലെ താഴോട്ട് ഇറങ്ങാം. ഗൈസ്, അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല മഴയൊക്കെ വരുന്നുണ്ട്. മഴക്കാരൊക്കെ ആയിട്ട് ആകെ മൂടിയിരിക്കുകയാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.